നമ്മളെ കണ്ണൂരിൽ നിന്ന് 20 കിലോമീറ്റർ മാറിയിട്ട് നിൽക്കുന്ന ഒരു അമ്പലത്തെക്കുറിച്ചാണ് കേട്ടോ ഇന്ന് പറയാൻ പോകുന്നത്. സുഗന്ധവ്യഞ്ജന വ്യാപാരത്തിന് ഒരുപാട് പേര് കേട്ട നമ്മളെ തളിപ്പറമ്പിലെ തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രം. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ശ്രീശംബര മഹർഷി ഭഗവത് വിലാസം കാണാൻ വേണ്ടിയിട്ട് തപസ് ചെയ്ത വനഭൂമിയാണ് ഇന്ന് ക്ഷേത്രം നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഓർമ്മക്കായിട്ടാണ് തിരുശംബര എന്ന പേരിൽ നിന്ന് തൃച്ചംബരം എന്ന പേരിലേക്ക് മാറിയിട്ടുള്ളത്. അമ്പലത്തിലെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് കംസവധത്തിന് ശേഷമുള്ള ഭഗവാൻ കൃഷ്ണനാണ് കേട്ടോ. രൗദ്രഭാവത്തിലാണ് പ്രതിഷ്ഠ. അമ്പലത്തിലെ ദർശനം എന്ന് പറയുന്നത് കിഴക്കോട്ടാണ്. 4 അടി 5 അടി ഉയരം വരും ഇവിടുത്തെ വിഗ്രഹത്തിന്. നമ്മളെ സ്വന്തം ഗുരുവായൂർ അമ്പലത്തിലെ വിഗ്രഹത്തെക്കാളും കുറച്ചും കൂടി ഉയരം കൂടുതലാണ് ഇവിടെയുള്ള വിഗ്രഹത്തിന്. മറ്റമ്പലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ നിർമ്മാല്യ ദർശനം അത്ര ശുഭകരമല്ല. കംസവധത്തിന് ശേഷം രൗദ്രഭാവത്തുള്ള ഭഗവാനായതുകൊണ്ട് തന്നെ നട തുറക്കുന്നതിന് മുമ്പേ തന്നെ തിടപ്പള്ളി തുറന്നിട്ട് നിവേദ്യം തയ്യാറാക്കും. കയ്യിൽ നിവേദ്യം പിടിച്ചാണ് മേൽശാന്തി നട തുറക്കുന്നത്. അഭിഷേകം കഴിഞ്ഞ ഉടനെ തന്നെ നിവേദ്യം നടത്തണം. നിർമ്മാല്യ ദർശനം ശുഭകരമല്ലാത്ത കേരളത്തിലെ ഒരേയൊരു ക്ഷേത്രമാണ് തൃച്ചംബരം അമ്പലം. ക്ഷേത്രത്തിൻ്റെ നടയിലെ മതിലുകളിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് അതിമനോഹരമായ ശില്പങ്ങളെല്ലാം കാണാൻ പറ്റും. തെക്കേ ഇന്ത്യയിലെ അമ്പലങ്ങളിൽ വെച്ച് നോക്കുമ്പം ചുവർ ചിത്രങ്ങളുടെ ഏറ്റവും നല്ലൊരു ശേഖരം തന്നെ നമ്മളെ തൃച്ചംബരം അമ്പലത്തിലുണ്ട് കേട്ടോ. ഉപദേവതകളായിട്ട് നാലമ്പലത്തിനുള്ളിൽ കന്നിമൂലയിൽ ഗണപതിയും ഇടതുഭാഗത്തായിട്ട് വിശ്വക്സേനൻ എന്ന പരിചാരകരനും വടക്ക് പടിഞ്ഞാറേ മൂലയിൽ ശിവനും ക്ഷേത്രമുറ്റത്ത് 4 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട ദുർഗയും തെക്ക് പടിഞ്ഞാറേ മൂലയിൽ ശാസ്താവുകയാണുള്ളത്. ക്ഷേത്രത്തിന് ചുറ്റും 3 കുളങ്ങളുണ്ട് കേട്ടോ. ശങ്കരനാരായണ സങ്കല്പത്തിനും ക്ഷേത്രത്തിൽ ആരാധന നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ അമ്പലത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കായ്ക്കാത്ത ഒരു ഇലഞ്ഞി മരം. വർഷങ്ങളായിട്ട് അതവിടെ ഉണ്ട്, പക്ഷേ ഇതുവരെ അത് കായ്ച്ചിട്ട് കണ്ടിട്ടില്ല. ഇതാണ് കേട്ടോ അമ്പലത്തിൻ്റെ അടിപൊളി വ്യൂ വരുന്നത്. പുറമേ ഉള്ളത് അമ്പലത്തിനകത്ത് തന്നെ മറ്റൊരു ശിവക്ഷേത്രം കൂടി ഉണ്ട്. അവിടെയൊക്കെ പ്രാർത്ഥിച്ചിറങ്ങുമ്പം മനസ്സിന് എന്തെന്നില്ലാത്തൊരു സുഖമാണ്. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ശിവക്ഷേത്രം വരുന്നത്. അവിടെയും ചുമർ ചിത്രങ്ങളും പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് മനോഹരാക്കിയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ ഡെയിലി വന്നു പോകുന്ന അമ്പലമാണ്. കണ്ട മുളങ്ങേശ്വരം ശിവക്ഷേത്രം. ശിവഭഗവാനെല്ലാം തൊഴുത് ഇറങ്ങുമ്പം മനസ്സിന് എന്താണെന്നറിയില്ല എന്തെന്നില്ലാത്തൊരു കുളിർമയാണ്. അങ്ങനെ ഭഗവാനെയും പ്രാർത്ഥിച്ച് ഇന്നത്തെ പരിപാടി അവസാനിപ്പിച്ച് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് യാത്രയായി. അപ്പം തൃച്ചംബര ക്ഷേത്രത്തെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ എൻ്റെ പേജ് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ ബൈ.